പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാനെപ്പോഴും ദൈവജനത്തോട് സംസാരിക്കുമ്പോഴേ വളരെ ഗൗരവതരമായിട്ട് ഒരു പ്രസ്താവന പറയും. അതായത്, ഇഫ് വി ടേക്ക് God serious, God will be sincere to us. If we sincere to God, God will be serious to us. ഇതിനർത്ഥം, നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളോട് സീരിയസ് ആയിരിക്കും, സത്യസന്ധമായിരിക്കും, ഉത്തരവാദിത്വപൂർണ്ണമായിരിക്കും. അതുപോലെ നമ്മൾ ദൈവത്തോട് ഉത്തരവാദിത്വപൂർണ്ണമാണെങ്കിൽ ദൈവം നമ്മോട് സീരിയസ് ആയിരിക്കും. എന്ന് വെച്ചാൽ, നമ്മളെങ്ങനെയാണ് ദൈവത്തോട് ഇൻട്രാക്റ്റ് ചെയ്യണത്, ഇടപഴകുന്നത്, അതിന് ആനുപാതികമായിരിക്കും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ പറയാൻ കാരണം, നല്ല തെളിമയാർന്ന അനുഭവങ്ങൾ സമയബന്ധിതമായി നമുക്ക് ലഭിക്കണം എങ്കിൽ നമ്മുടെ വിശ്വാസ വിഷയം വളരെ ഗൗരവതരമായിട്ട് എടുക്കണം. യാക്കോബ് 2:22 വിശ്വാസം അതിൻ്റെ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു. അതിൻ്റെ റിവേഴ്സ് എന്താ? നിൻ്റെ പാരമ്പര്യ വിശ്വാസം അപൂർണമാണ്. അപൂർണമായ വിശ്വാസം കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അപൂർണമാകും, സാക്ഷ്യവും അപൂർണമാകും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നത്? അതിന് മറുപടി പറയണത് വിശുദ്ധ പത്രോസാണ്. 2 പത്രോസ് 1:5. പത്രോസ് എന്നാ പറയണേ? വിശ്വാസത്തെ എങ്ങനെ പൂർണ്ണമാക്കാമെന്ന് പറയണത് വിശുദ്ധ പത്രോസാണ്. വിശ്വാസം പ്രവൃത്തികളാലാണ് പൂർണ്ണമാകണമെന്ന് യാക്കോബ് പറയും. പക്ഷേ എന്ത് പ്രവൃത്തി? സുഹൃത പ്രവൃത്തികൾ. അതാണ് പത്രോസ് പറയുന്നത്, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. 2 പത്രോസ് 1:5. വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. സുഹൃതത്തെ എന്തുകൊണ്ടാണ്? ജ്ഞാനം കൊണ്ടും. വിശുദ്ധ പത്രോസ് 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യമാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും പരിപൂർണമാക്കാൻ. ജ്ഞാനമെന്ന് പറയുന്നത് എന്താ? എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അറിവ്. എന്തിനു വേണ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് ജ്ഞാനം. പ്രവൃത്തികൾ സംഭവിക്കുമ്പോഴേ, പ്രവൃത്തികളാണല്ലോ സംഭവിക്കുന്നത്. ആ പ്രവൃത്തികൾക്ക് കൊണ്ട് 2 ഭാഗങ്ങൾ. എന്താണ്? ചില പ്രവൃത്തികൾ അറിവാണ്. ആ പ്രവൃത്തികളിൽ എന്തിനാണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിക്കണമെന്ന് ചിന്തിച്ചാൽ അത് ജ്ഞാനമാണ്. എന്തിനാണ് സംഭവിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് വ്യക്തി അറിയണത്. ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന് പറയണല്ലേ, ജ്ഞാനം നിറയുന്നു എന്നതിൻ്റെ അർത്ഥം. നമ്മൾ 1 കൊരിന്ത്യർ 2:16 ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന്. അത് ഈ ജ്ഞാനം നിറയുന്നുവെന്ന അർത്ഥം. കർത്താവിൻ്റെ മനസ്സ് എന്താണെന്ന് ആ വിഷയത്തെക്കുറിച്ച്, ഇപ്പം ജോബിൻ്റെ സംഭവം തന്നെ. ജോബിൻ്റെ മക്കള് ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് ഇടിമിന്നലേറ്റ് മക്കൾ മരിച്ചില്ലേ?
ഇപ്പം ഭൃത്യന്മാർ വന്ന് പറയുമല്ലോ, അങ്ങയുടെ മക്കള് ആകസ്മികമായി മരിച്ചു എന്ന് പറയത്തില്ലേ? അപ്പോൾ ജോബ് എന്നാ ചെയ്യണത്? ജോബ് ഉടനെ 3 കാര്യങ്ങൾ ചെയ്യും. ജോബ് 2:23 തൊട്ടുള്ള വചനങ്ങൾ. ജോബ് തലമുണ്ടനം ചെയ്യും, വസ്ത്രം കീറും, സാഷ്ടാംഗം വീഴും. എന്തിനാ തലമുണ്ടനം ചെയ്യണതും വസ്ത്രം കീറണതും? അതെല്ലാം കർത്താവേ, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാ. കർത്താവേ, ഞാൻ എളിമപ്പെടുന്നു, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു എന്ന്. അതാണ് ജോബ് 22:23. കർത്താവേ, ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു, കർത്താവേ, ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരുന്നുവെന്ന്. ജ്ഞാനത്താലാണ് അവൻ തലമുണ്ടനം ചെയ്യണത്, ജ്ഞാനത്താലാണ് അവൻ വസ്ത്രം കീറണത്, ജ്ഞാനത്താലാണ് അവൻ കവന്നടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വീഴുന്നത്. എൻ്റെ ദുരന്തത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം അങ്ങ് തന്നതാണ്. അതിനോട് എനിക്ക് കഷ്ടമോ നഷ്ടമോ ഒന്നുമില്ല. അങ്ങ് തന്നു, അങ്ങ് എടുത്തു. അപ്പോഴും ഞാൻ പറയും, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണമെന്ന്. ജോബ് തലമുണ്ടനം ചെയ്തതും ജോബ് വസ്ത്രം കീറിയതും ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളാണ്. കർത്താവ്, ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന വിനയത്തിൻ്റെ തിരിച്ചു വരവാണ്. കർത്താവ്, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയെന്ന് ഇപ്പോഴേക്ക് മനസ്സിലായി, എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടിയാണ് ആകസ്മികമായ ദുരന്തങ്ങളോ രോഗങ്ങളോ എനിക്ക് നൽകിയെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയും എന്തിനു വേണ്ടി സംഭവിക്കുമെന്ന് ജോബ് മനസ്സിലാക്കിയപ്പോൾ ജോബിനത് ജ്ഞാനവുമായി മാറി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി മാറി. അതാണ് പത്രോസ് പറയണത്, വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആശ അടക്കങ്ങൾ കൊണ്ടും. ജോബിൻ്റെ ജീവിതത്തിലെ വസ്ത്രം കീറിയതും തലമുണ്ടനം ചെയ്തതുമൊക്കെ ഈ ആശാടക്കത്തിൻ്റെ ഭാഗമായി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി, തിരിച്ചു വരാനുള്ള അടയാളമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. എന്താ ക്ഷമ? സഹിക്കുന്ന സ്നേഹത്തിനാ. സഹിക്കുന്ന സ്നേഹം. അപ്പം സഹനം അവിടെ നിലനിൽക്കുക. പക്ഷെ നിരാശയോടെയും വെറുപ്പോടെയും അല്ല നമ്മൾ സഹിക്കണത്, സ്നേഹത്താലാണ്. ആരോടുള്ള സ്നേഹത്താൽ? ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ വേദന ഏറ്റെടുക്കുമ്പോഴാണ് വിശ്വാസം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസം അതിൻ്റെ പ്രവൃത്തികളാൽ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായി മാറാൻ, ദൈവതിരുസന്നിധി വിലയുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ തിരുസന്നിധിയിൽ വലിയ വിലയുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ജീവിതാവസ്ഥകളെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലൂടെ സമീപിച്ചുകൊണ്ട് വലിയ കൃപയാർജിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.